ഇഷ്ടപ്പെടുന്ന മാഷ് എടാ ജോളി എന്ന് വിളിച്ചാൽ വല്ലാത്തൊരു വിളിയാണ്, നമ്മൾ പേടിച്ചു പോകും. അപ്പം അങ്ങനെ എല്ലാവരുടെയും സ്നേഹ വാത്സല്യങ്ങളും തലോടലുകളൊക്കെ ഏറ്റുവാങ്ങി സ്കൂളിൻ്റെ കുട്ടികളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ എനിക്ക് 92-ൽ PSC കിട്ടുന്നു. പക്ഷേ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ പോയില്ല. എന്തുകൊണ്ടോ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു അവസരത്തിന് വേണ്ടിയായിരിക്കും എനിക്കന്ന് പോകാൻ തോന്നാതെ നിന്ന് ഞാൻ പൈവളിക സ്കൂളിൽ പോയി സ്ഥലമൊക്കെ നോക്കി വെച്ചിരുന്നു. എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി നോക്കിയിരുന്നു. അവിടെ താമസമൊക്കെ ഏർപ്പാടാക്കി PSC ആയിട്ടൊരു എക്സ്റ്റൻഷൻ മേടിച്ചിരുന്നു. ഒരു 15 ദിവസം 30 ദിവസം ചോദിച്ചു, 15 ദിവസമേ കിട്ടിയുള്ളൂ. വന്നിട്ട് എന്നോട് ശാരദ ടീച്ചർ, എൻ്റെ കുഞ്ഞി മോനെ, എന്നെ അങ്ങനെ വിളിക്കുക, കുഞ്ഞി മോനെ നീ പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്കണം, ഈ ഒരു വാചകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അതുകൊണ്ടൊന്നുമില്ല, ടീച്ചർ പറഞ്ഞെങ്കിലും എനിക്ക് പോകാൻ തോന്നിയില്ല, ഞാൻ പോയില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് അനുഭവങ്ങൾ അവരിൽ നിന്നും എനിക്ക് കിട്ടി. അപ്പോൾ അവരുടെ പേരുകൾ ഓരോന്നോരോന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്തു പോയ ശാരദ ടീച്ചർ, നമ്മുടെ പിള്ള മാഷ് 92-ൽ റിട്ടയർ ചെയ്തു. അതുപോലെ കുഞ്ഞമ്മ മാഷും ദേവദാസ മാഷും റിട്ടയർ ചെയ്തു. പിന്നീട് ശാരദ ടീച്ചർ, അതുപോലെ രാജമ്മ ടീച്ചർ, നിങ്ങൾ പറയുന്ന വലിയ രാജമ്മയും പുതിയ രാജമ്മയും 2 പേരും ഉണ്ടായിരുന്നു. അതുപോലെ ദേവകിയമ്മ ടീച്ചർ, കരുണാകരൻ മാഷ്, അമ്പു മാഷ്, ശോഭ ടീച്ചർ, ബേബി ടീച്ചർ, ഹരിദാസ മാഷ്, ജെയ്സൺ മാഷ്, പുരുഷോത്തം മാഷ്, ജോസഫ് മാഷ്, ഇങ്ങനെ എൽസി ടീച്ചർ, ലാലി ടീച്ചർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ജോലി ചെയ്ത് അവരുടെയൊക്കെ യാത്രാ അയപ്പ് പരിപാടികളിൽ ചുക്കാൻ പിടിക്കാൻ കഴിയുന്നുള്ളതാണ്. എല്ലാവരും ഇതിൽ കൺവീനറായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ഞാൻ 1/4/2018 ഈശ്വരൻ എന്നെ പ്രഥമാധ്യാപകനായി പ്രൊമോട്ട് ചെയ്യുകയാണ്. പ്രോഗ്രാം കമ്മിറ്റിയിൽ ജോലി ഭാഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിലും പോയിക്കൊണ്ടിരുന്ന ഞാൻ HM ഞാനൊന്ന് താഴ്ത്തി കെട്ടി. കാരണം ഇനി അങ്ങോട്ട് പോയാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. പിന്നെ വേറൊരു പ്രധാന മാറ്റമുണ്ടായത്, അതുവരെ കുറച്ച് ശോഭിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷേ പ്രഥമാധ്യാപകനായാൽ എന്തായാലും നമ്മൾ കുറേ ക്ഷമയൊക്കെ പഠിക്കുമെന്ന് എനിക്ക് തോന്നി. ടീച്ചേഴ്സിനോട് ഞാൻ പറയും, പ്രഥമാധ്യാപകനായതിനു ശേഷം ഞാൻ നല്ല ക്ഷമ പഠിച്ചിട്ടുണ്ട്, ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ട്, കുറച്ച് സൗമ്യത നടക്കാൻ പഠിച്ചിട്ടുണ്ട് എന്ന്. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു മാറ്റം അത് തന്നെയാണ്. ഈ 7 വർഷക്കാലം അതിന് മുമ്പും ഉള്ള PTA പ്രസിഡന്റുമാരെല്ലാവരും കേളുവേട്ടം തൊട്ടിങ്ങോട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എങ്കിലും 1-2 പേരുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ചന്ദ്രനാണ്, M ചന്ദ്രൻ, മുക്കട ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചന്ദ്രൻ PTA പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു